കാരണം സതീശൻ ഈ വിഷയത്തിൽ വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പ്രഖ്യാപിച്ചതിൻ്റെ 1-2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ പ്രഖ്യാപിച്ചതിലധികം വീട് നിർമ്മിച്ചു കൊടുക്കും എന്ന് പറഞ്ഞതായിരുന്നല്ലോ ഇയാളുടെ മുൻഗാമി. പിന്നെ അയാളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, മുൻഗാമിയെക്കുറിച്ച്. എന്നിട്ട് 1 കോടി രൂപ തികഞ്ഞില്ല എന്നാണ് ആദ്യം ഇവർ പറഞ്ഞത്. പിന്നെ പറഞ്ഞു 1 കോടി രൂപ ഞങ്ങൾ KPCC അക്കൗണ്ടിൽ കൊടുക്കും എന്ന്. ഇതൊക്കെ ഈ കേരളം ചർച്ച ചെയ്യണ്ടേ? ഞങ്ങൾ ഈ 2 വർഷ കാലയളവിൽ ഇവരുടെ പണം ആദ്യഘട്ടത്തിൽ ഒന്നും ചോദിച്ചില്ലല്ലോ. ഇവർ പിരിച്ചിട്ടുണ്ടാകും, ഇവർ പിരിക്കട്ടെ, ഇവർ വരട്ടെ, ഇവർ പ്രഖ്യാപിക്കട്ടെ എന്ന് കാത്തിരുന്ന നമ്മളൊക്കെ. എന്നാൽ അതിൻ്റെ ഒരു കണക്കുമില്ല. പിന്നെ ഇങ്ങനെ ചോദ്യങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇത്രയേ കിട്ടിയിട്ടുള്ളൂ, ഞങ്ങൾക്ക് ഇത്രയൊക്കെ പിരിക്കാൻ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ളൂ എന്നും പറഞ്ഞ് ഇവർ പത്രസമ്മേളനം നടത്തി. അതിൻ്റെ പുറമെ ഇവർ പറയുക ഒരു നാണവും ഇല്ലാതെ DYFI പിരിച്ച പണത്തിൻ്റെ ഇൻട്രസ്റ്റ് എന്താ അവർ ചെയ്തത്? ഓരോട് എന്താ പറയണ്ടേ? ഉളുപ്പുണ്ടോ ചങ്ങായിമാരെ എന്നല്ലേ ചോദിക്കണ്ടേ? നാണം ഉണ്ടോ എന്ന് ചോദിക്കണ്ടേ? ഞങ്ങളുടെ ഇൻട്രസ്റ്റിൻ്റെ അത്ര പോലും പിരിക്കാൻ പറ്റാത്ത മൂത്ത കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒരു ഉളുപ്പും മാനവും ഇല്ലാതെ ഈ ദുരന്ത ബാധിതർക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന വീടിൻ്റെ ഏതോ കിനിഞ്ഞിറങ്ങുന്ന ഭാഗം ഉണ്ടെന്നും പറഞ്ഞിട്ട് പരിഹസിച്ച് പുച്ഛിച്ച് ഈ സംവിധാനത്തെ ആകെ ആക്ഷേപിക്കാൻ വരുമ്പോൾ അവരെയൊക്കെ എന്താ പറയുക? സത്യം പറഞ്ഞാൽ വലിയ ഒരു പ്രയാസമാണ് ഈ ഘട്ടത്തിൽ നമുക്കൊക്കെ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു ഭാഗത്ത് കള്ളത്തരം ചെയ്ത് ഫുൾ കൊള്ള നടത്തി, തട്ടിപ്പ് നടത്തി ഈ ദുരന്തബാധിതരുടെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച പദങ്ങളുണ്ട്, ശവം തൂക്കികൾ എന്ന്. അത് അന്വർത്ഥമാക്കുന്ന തരത്തിൽ ഈ ദുരന്തത്തെ മുൻനിർത്തി പണം പിരിച്ച് മുക്കിയിട്ട് വീണ്ടും ഇതേ കോലായിൽ വന്നിട്ട് പറയുക ഞങ്ങൾ CMDRFിലേക്ക് അല്ലല്ലോ കൊടുത്തത്. 3 തവണ ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു, നിങ്ങളെ എല്ലാവരെയും ക്ഷണിച്ചു, നിങ്ങളുടെ തിരുവനന്തപുരത്തുള്ള പത്രമാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഞങ്ങളുടെ അക്കൗണ്ട് കാണിച്ചു കൊടുത്തു. ഞങ്ങൾ പറഞ്ഞു ഇനിയും സംശയമുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ബാങ്കിലേക്ക് പോകാം, ഇനി പോട്ടെ, എൻ്റെ ഒരു വിവരാവകാശ രേഖയുണ്ട്, അതും കാണിച്ചു കൊടുത്തു. ഇതാ ഞങ്ങൾ കൊടുത്ത പണം, അതിൻ്റെ രേഖ. ഇത് തന്നതാരാ? സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റ്, വയനാട് ടൗൺഷിപ്പ് പ്രൊജക്റ്റ്. അതിൽ ഞങ്ങൾ കൊടുത്ത പണവും എല്ലാം ഉണ്ട്. ഇങ്ങനെ ഒരു 20 കോടി രൂപ കൊടുത്ത ഞങ്ങളെ ആക്ഷേപിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ വന്നു നിൽക്കുന്നവരുടെ വാർത്തകൾ എത്ര മനോഹരമായിട്ടാണ് നിങ്ങളിൽ പലരും നിങ്ങളുടെ ചാനലിലൂടെ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിലൊരു മാധ്യമ മാന്യത നിങ്ങളിൽ പലരും പുലർത്തേണ്ടിയിരുന്നു. ഒരു സമൂഹത്തിൽ ഒരു അപകടമുണ്ടായി, ആ അപകടത്തെ മുൻനിർത്തി നമ്മൾ പലരും നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ചെയ്ത ഒരു സംഘടനയെ സംശയത്തിൻ്റെ മുനയിൽ നിർത്തുകയും ഇതൊന്നും ചെയ്യാതെ ഇത് മുഖ്യതാണോ അല്ലെങ്കിൽ അവരുടെ കെടുകാര്യസ്ഥതയാണോ എന്നൊന്നും അറിയാതെ നിൽക്കുന്ന ഒരു സംഘടനയും ഇതൊക്കെ ചെയ്ത് നല്ല രീതിയിൽ അച്ചടക്കത്തോടു കൂടി ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായ ഒരു സംഘടനയും ആ 2 സംഘടനകളെയും നിങ്ങൾ വേണ്ട രീതിയിൽ വിലയിരുത്തിയോ എന്നുള്ളത് കൂടി ഈ സമയത്ത് ചോദിക്കുക. യഥാർത്ഥത്തിൽ ഈ യൂത്ത് കോൺഗ്രസും ഈ കോൺഗ്രസും ഒക്കെ എന്താ പറയേണ്ടത്? അല്ലെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? DYFIക്കാരൻ നടന്നു വരുമ്പോൾ ഞങ്ങളുടെ DYFIയുടെ സംസ്ഥാന ഭാരവാഹികളൊക്കെ പോട്ടെ, ഞങ്ങളുടെ ഒരു യൂണിറ്റ് സെക്രട്ടറി നടന്നു വരുന്ന വഴിയിലുണ്ടെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എണീറ്റ് നിന്ന് അവൻ്റെ മടുക്കുത്ത് അയച്ചിട്ടിട്ട് കൈകൂപ്പി നിൽക്കണം. നാണം എന്ന് പറയുന്ന അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അതാ ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ വന്നിട്ട് വിടുവായുത്തം വിളിച്ചു പറയല്ല. കൊതിക്കറിവുണ്ടാകും സതീശനും അതുപോലെ തന്നെ ഈ പറയുന്ന ചില മാധ്യമ പ്രവർത്തകർക്കും ചില യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്കൊക്കെ ഉണ്ടാവും. കാരണം അവർക്ക് പറ്റിയിട്ടില്ല, ഞങ്ങൾക്കിതൊന്നും സാധിച്ചില്ല എന്നുള്ളത് അവർക്ക് പറയാം. എന്നാൽ പിന്നെ അവർ അതല്ലേ പറയണ്ടേ? കൊതിക്കറിവൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് അവർ പറയണ്ടേ ഞങ്ങൾക്ക് പ്രാപ്തിയില്ല, ഞങ്ങൾക്ക് ശേഷിയില്ല, ഞങ്ങളുടെ നേതാവിൻ്റെ ശേഷിയും പ്രാപ്തിയുമൊക്കെ മറ്റു ചില കാര്യങ്ങളിലാണ് ഞങ്ങൾ വിനിയോഗിച്ചത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ സംഘടനയെ ചേർത്ത് നിർത്തി ഈ പണമൊക്കെ സ്വരൂപിക്കാൻ പറ്റിയില്ല എന്നങ്ങ് പറഞ്ഞാൽ പോരെ? പിന്നെയും ഇങ്ങോട്ടാണോ ഈ വെല്ലുവിളിയും ആക്ഷേപമൊക്കെ വേണ്ടത്? അല്ലല്ലോ. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ അതിൻ്റെ നേതൃത്വമൊന്നും ചിലപ്പോൾ നന്നായിക്കൊള്ളുന്നില്ല. പക്ഷെ പൊതുസമൂഹമുണ്ട്. ഇനി അപകടം ഉണ്ടാവാതിരിക്കട്ടെ. ഇനി അങ്ങനെ ഉണ്ടായാൽ ഇതിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗത്തെ, അവരുടെ ആ ഒരു സംഘടിത സ്വഭാവത്തെ, അവരുടെ ഒരു നന്മയെ ഒക്കെ ഇകഴ്ത്തി കാണിക്കാൻ നിങ്ങൾ
ദയവ് ചെയ്ത് മെനക്കെടരുത്. ഇവരുടെ കൊതിക്കറിവും അവരുടെ കുശുമ്പും അവരുടെ ഉളുപ്പില്ലായ്മയും ഒക്കെ അവരുടെ തൊലിക്കട്ടിയും ഒക്കെ ഈ നാടിനറിയാം. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി അറിയിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയായിരിക്കണം നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. അവർ പറയുന്ന എന്ത് വിടുവായുത്തവും വാർത്തയാക്കി കാടാക്കി നിങ്ങൾ ഇറക്കരുത്. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ഞങ്ങളുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടോ ഞങ്ങൾ പിരിച്ചതുമായി ബന്ധപ്പെട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നതാണ് ഞങ്ങൾ. 266 പേജുള്ള ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചവരാണ് ഞങ്ങൾ. ആ ഞങ്ങളെ നിങ്ങൾ കൈയടിച്ച് സ്വീകരിച്ചിട്ടില്ലെങ്കിലും ആക്ഷേപിക്കരുത്. ഈ യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ ഒന്നിനും കൊള്ളാത്തവൻ്റെ ഈ ജൽപ്പനങ്ങൾക്ക് നിങ്ങൾ ചെവി കൊടുക്കരുത്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നു നിന്നത് ഈ സമൂഹത്തിൽ ഇവരുണ്ടാക്കുന്ന തെറ്റിദ്ധാരണകളെ ഒന്നുകൂടി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കണം എന്നുള്ള നിലക്കാണ്. ഈ വീടിൻ്റെ പണി ഇവിടെ നടക്കുന്നത് പൂർണ്ണമായും കഴിഞ്ഞ് അവർക്ക് കൈമാറിയതല്ല. 178 വീടാണല്ലോ. ഞാനും നിങ്ങളുമൊക്കെ ഈ ചടങ്ങിൽ വന്നതാ. വിഷുവിന് കൈമാറും എന്നുള്ളതായിരുന്നു നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. കുറച്ച് ദിവസം വൈകിയിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ മന്ത്രിയും മറ്റു ബന്ധപ്പെട്ട ULCCയുടെ ആളുകളൊക്കെ നിങ്ങളോടും സൂചിപ്പിച്ചു. ഇവിടെ സംഭവിച്ചതിനെക്കുറിച്ചും അവർ വിശദീകരിച്ചു. 60ഓളം ഗുണനിലവാര ടെസ്റ്റുകൾ നടത്തുകയാണ് ഒരു വീടിന്, ഇങ്ങനെ കൊടുക്കുന്ന വീടുകൾക്ക്. ഇപ്പോൾ ഈ അപ്പോക്സി ട്രീറ്റ്മെൻറ്റും മറ്റുമൊക്കെ ഇവിടെ നടക്കുകയാണ്. വേറെ 5 വർഷക്കാലയളവിൽ ഇവിടെ എന്തെങ്കിലും ഇതുപോലെ ഡിഫക്റ്റ് ഉണ്ടായാൽ ആ ഡിഫക്റ്റിൻ്റെ ലാബിലിറ്റി ആർക്കാണ്? ഈ നിർമ്മാണ കമ്പനിക്കാണ്. അതിനേക്കാൾ വലുത് ഇനി എന്താ വേണ്ടത്? എന്നാൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ പ്രചരണങ്ങൾ കൊണ്ട്, ഈ പ്രചരണ കോലാഹലങ്ങൾ കൊണ്ട്, ഈ സതീശൻ്റെയും മറ്റുമൊക്കെയുള്ള ഒരു താല്പര്യങ്ങൾ കൊണ്ട്, ചിലരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകുന്നത് എന്താ? ഉണ്ടാകാൻ പോകുന്നത് ഈ വീട്ടിൽ താമസിക്കാൻ വരുന്ന ജനങ്ങൾക്ക്, അവർ ഒരുപാട് അനുഭവിച്ചവരല്ലേ, അവർക്ക് വീണ്ടും ഒരു അസ്വസ്ഥത ഉണ്ടാവുക ചെയ്യുക. ഇത് ഇവർക്ക് പൂർണ്ണമായും താമസിക്കാൻ വേണ്ടി കൈമാറിയിട്ടില്ല. 10 ദിവസം കൊണ്ടുകൂടി കൈമാറുന്ന മറ്റുമാണ് നിങ്ങളോടും ഞങ്ങളോടൊക്കെ പറയുന്നത്. അതിന് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. 101 വീട്ടിൽ പൂർണ്ണമായും ടെസ്റ്റ് നടത്തി അതിൻ്റെ എല്ലാ പൂർത്തീകരണ ഘട്ടത്തിലേക്കും എത്തി. ഇപ്പോൾ അത് അവിടെയും കാണുന്നുണ്ട്. ആ കാണുന്ന ചിത്രത്തിലൊക്കെ കാണുന്ന അവരുടെ വീണ്ടുമുള്ള ആ ലാസ്റ്റ് ലെയർ കോൺക്രീറ്റിംഗ്, ഈ അപ്പോക്സി ഉൾപ്പെടെയുള്ള വാട്ടർ പ്രൂഫിംഗ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് നടന്നു കഴിഞ്ഞ് അവർക്ക് കൈമാറിയതിന് ശേഷം ഇനിയും ചിലപ്പോൾ ഉണ്ടാവും. കൺസ്ട്രക്ഷൻ അല്ലേ. ഇനിയും ചിലപ്പോൾ ഭാവിയിൽ ഒരു 6 മാസം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ചെറിയ പോരായ്മയോ മറ്റോ സംഭവിച്ചാൽ അതും എന്ത് ചെയ്യും? ഈ 5 വർഷത്തെ കരാറുണ്ടല്ലോ, അവർക്ക് ആ പണം അവരുടെ പൂർണ്ണമായും പണം കൊടുക്കാതെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്, ഈ വീട് കൈമാറുന്നത്. അപ്പോൾ അവിടെ വീണ്ടും അത് നികത്താം. എന്നാൽ ഇവരെ ഇങ്ങനെ പാനിക്കാക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു പക്ഷേ ചിലപ്പോൾ VD സതീശനൊക്കെ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും എന്നറിയോ? അപ്പുറത്ത് 230 വീട് നിർമ്മിക്കാൻ വേണ്ടി 3.5 ഏക്കർ സ്ഥലം അവർ എടുത്തിട്ടുണ്ട്. അതിലൊരു NB ഉണ്ട്. എന്താണ്? പണം പൂർണ്ണമായിട്ട് കൊടുത്തിട്ടില്ല. ആ 230 വീട്ടിലേക്ക് അവർ നിർമ്മിക്കുന്ന വീടുകൾ ആർക്കാണ് എന്ന് അവർ പറഞ്ഞിട്ടില്ല. ഉപഭോക്താക്കളുടെ ലിസ്റ്റൊന്നും പുറത്തു വിട്ടിട്ടില്ല. ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ആളുകളെ വല്ലാത്ത കൺഫ്യൂഷൻ ഉണ്ടാക്കി, വലിയ പ്രയാസം ഉണ്ടാക്കി, ഇനിയിപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ടേക്ക് കിട്ടുമോ എന്നുള്ള ശ്രമമാണോ എന്നും അറിയില്ല കേട്ടോ. അവർ നിർമ്മിക്കുന്ന 230 വീട്ടിലേക്ക് ഈ കോൺഗ്രസ്സുകാരായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സർക്കാരിൻ്റെ വീട് ഉപേക്ഷിച്ചിട്ട് 15 ലക്ഷമൊക്കെ വാങ്ങി വരൂ, ഞങ്ങൾ നിർമ്മിക്കുന്ന 230 വീട്ടിൽ താമസിക്കാം എന്നുള്ള ഉദ്ദേശമാണ് ഇവർക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇനി അതിനു വേണ്ടിയാണ് ഇവർ പരിശ്രമിക്കുന്നതെന്നും അറിയില്ല. ഒറ്റ കാര്യം കൂടി, നിങ്ങളും വന്നാൽ സന്തോഷം. ഞങ്ങൾ ഇവിടുന്ന് ഒരു യാത്ര പോവാണ്. എവിടേക്ക്? ആ മേപ്പാടിക്കടുത്തുള്ള കുന്നംപറ്റയിലേക്ക് ഒരു യാത്ര പോവാം. ആര് വാങ്ങിയ സ്ഥലം? കോൺഗ്രസ് വാങ്ങിയില്ല എന്ന് പറഞ്ഞ സ്ഥലം, അതായത് പൂർണ്ണമായും പണം കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ആ പണം കൊടുത്ത് അവർ വാങ്ങി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വീണ്ടും പോവുകയാണ്. സതീശൻ വീട് പണി തുടങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. അത് പറഞ്ഞതിന് ശേഷം ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ, 10-20 ദിവസം കഴിഞ്ഞു. സതീശൻ പണി തുടങ്ങി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങളൊക്കെ പോയിരുന്നു. ഞങ്ങൾ അടിച്ചിറക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഏതായാലും അന്ന് അവിടെയും കയറിയിട്ടില്ല. എൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ നമ്മൾ എത്തി നോക്കുമല്ലോ, നിങ്ങളാണ് അകത്ത് കയറി നോക്കിയത്. പണി തുടങ്ങിയിട്ടില്ല. ഇന്ന് ഒന്നുകൂടി പോവുകയാണ്. പോയിട്ട് ഞങ്ങൾ ഇന്ന് ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ, ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്കും, അത് യൂത്ത് കോൺഗ്രസ്സിൽ ഈ പറയുന്ന ഈ സംസ്ഥാന നേതൃത്വത്തിലിരിക്കുന്നവർക്കല്ല കേട്ടോ, പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാരുണ്ടല്ലോ, ഇവർക്ക് പണം പിരിച്ചു കൊടുത്തിട്ട് ഉള്ള സാധാരണ യൂത്ത് കോൺഗ്രസ്സുകാർ, അവർക്ക് ഈ ടൗൺഷിപ്പ് കാണാൻ വരുന്നവർക്കൊക്കെ അവിടെ അവർ വാങ്ങിയ സ്ഥലത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ. ഈ വീട് നിർമ്മിക്കുന്ന 230 വീട് കോൺഗ്രസ് നിർമ്മിക്കുന്ന ആ 230 വീടിൻ്റെ സ്ഥലം ഞങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അതിനുവേണ്ടി ഒരു ബോർഡ് സ്ഥാപിക്കാൻ പോവാണ് DYFI അവിടെ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം താഴത്ത് നോക്കി, ഉള്ളിൽ കയറി നോക്കി, മുകളിലെ മേൽക്കൂരയിലൊക്കെ നോക്കി, ഇതിൽ എന്താണ് ഈ വ്യാജമായിട്ടുള്ള വന്നത് എന്ന് പറയാമോ? എന്താണ് നിങ്ങൾ കണ്ടതാണല്ലോ നേരിട്ട്, എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലായെന്നൊന്ന് പറയുമോ? നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഇതിൽ വിള്ളലുണ്ട്, അത് അടച്ചിട്ടുണ്ട്. വിള്ളലാണോ അത്?
വിള്ളലാണോ മുകളിൽ വെള്ളലാണോ അതുകൊണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അല്ല ഞാൻ പറയട്ടെ ഇനിയിപ്പോ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. നിങ്ങളോട് സംസാരിച്ച ആളുകളുമായിട്ടും ഞാൻ സംസാരിച്ചു. അവർ പൂർണ്ണമായും പറഞ്ഞത് ഇത് പൂർണ്ണമായും കൈമാറിയിട്ടില്ല. 101 വീടിന്റെ അല്ല ഞാൻ കേൾക്കട്ടെ അല്ല ഞാൻ പറഞ്ഞോട്ടെ. ഇനിയിപ്പോ വിള്ളലാവട്ടെ വിള്ളലല്ലാതിരിക്കട്ടെ, ഇത് ഒരു വീട് കൈമാറി കഴിഞ്ഞതിന് ശേഷം മാത്രമല്ലേ നമ്മൾ അതിന്റെ അങ്ങനെ ഒരു കൺസെഷൻ ഡിഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കേണ്ടതുള്ളൂ. അതല്ലേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അപ്പോക്സി ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി ഈ പോണ്ടിങ് ടെസ്റ്റോ മറ്റോ നടത്തുന്നതിന്റെ ഭാഗമായി 24 മണിക്കൂർ വെള്ളം കെട്ടിവെച്ച് അവർ ഒരു ടെസ്റ്റ് നടത്താണ്. ആ ടെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഈ കിനിയൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ് എനിക്കും ബോധ്യപ്പെടുന്നത്. അത് സ്വാഭാവികമായിട്ട് അതിന്റെ മുകളിൽ അവരിനി എന്താ ഇപ്പൊ അവിടെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടു കാണും. അപ്പൊ തൊട്ടപ്പുറത്തതാ ചെയ്യുന്നത്. അതുപോലെയുള്ള വർക്കുകൾ 2 ലെയറോ 3 ലെയറോ ഒക്കെ വരാൻ പോകുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതൊക്കെ പരിഹരിക്കപ്പെടും. അതിനെ ഇങ്ങനെ ആശങ്കപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് എന്റെ ചോദ്യം. ഞാൻ ചോദിക്കട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഈ വിള്ളൽ എന്നൊക്കെ പറഞ്ഞു വരുത്തുന്ന പ്രചരണങ്ങളെ സ്വാഭാവികമായിട്ടും അതൊരു വ്യാജമായിട്ട് തന്നെ തോന്നുന്നു. ഞാൻ പറഞ്ഞോട്ടെ ഈ ബാക്കി എത്ര വീടുണ്ട് ഇവിടെ? ബാക്കി ഞാൻ പറഞ്ഞുതരാം അതിന്റെ കാര്യം. ആ വിമർശനം എന്തുകൊണ്ടാണെന്ന് പറയാം. 178 വീടുകളാണ് സർക്കാർ കൈമാറിയത്. അതായത് ഈ വീടുകൾ ആദ്യഘട്ടത്തിൽ ഈ വീടുകൾക്കൊക്കെ ഓണേഴ്സായി ഇതെല്ലാം പെയിന്റ് അടിച്ചു. ഇത് അവസാന ഘട്ടത്തിൽ പൂർത്തീകരിച്ച് കൈമാറി കഴിഞ്ഞു. ബാക്കിയുള്ള വീടുകളുടെ കാര്യങ്ങൾ പട്ടയാണ് കൊടുത്തത്. ആകെയുള്ള വീടുകളെ കുറിച്ച് ഒരാൾ ഒരു റിപ്പോർട്ടും ചെയ്യുന്നില്ല. കാരണം എന്താ, അത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ഇത് പൂർത്തീകരിച്ചു ഇവിടുത്തെ ഉടമകൾ വരുന്നു, അവർ പരാതിപ്പെടുകയാണ് മാധ്യമങ്ങളോട്, ഞങ്ങളുടെ വീട് ചോരുന്നു, വെള്ളം ഇറങ്ങുന്നു, അത് പരിഹരിക്കണമെന്ന്. അക്കാര്യം എന്താണെന്ന് പോലും ഒരാളെങ്കിലോ അല്ലെങ്കിൽ ഇതിൽ അധികൃതരോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോലും അവർ വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം. അപ്പോഴാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുകയും മുകളിലടക്കം വിള്ളൽ രൂപപ്പെട്ട കാര്യം അവർ തന്നെ കാണിച്ചിരിക്കുകയും ചെയ്തത്. വെള്ളം ചോർന്നു അത് അടക്കുകയാണെന്നാണ് അവരുടെ ഔദ്യോഗിക വിശദീകരണം. വ്യാജ പ്രതികരണം അല്ല, അത് അവരൊരു അവരുടെ ഒരു ടെക്നിക്കൽ ഈ സിവിൽ എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ വേർഡായിട്ടാണ് അവർ ഉപയോഗിച്ചിട്ടെന്നാണ് എന്നോട് പറയുന്നത്. നമ്മളോടൊക്കെ സംസാരിച്ചത്. എൻ്റെ ഭാഗം എന്തെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അത് ഉണ്ടെങ്കിൽ തന്നെ, നിങ്ങൾ ഈ പറയുന്നത് പോലെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഇങ്ങനെ പർവ്വതീകരിച്ച് ഒരു വലിയ സംവിധാനത്തെ ആകെ മോശമാക്കേണ്ട കാര്യമുണ്ടോ? പിന്നല്ലാതെ അല്ല, ആശങ്കയാണ് നിങ്ങൾ പറഞ്ഞത്. ആശങ്ക വേറെ എത്ര വീടുണ്ട്? അവിടെ ഒന്നും ആർക്കും ആശങ്കയില്ലല്ലോ. നിങ്ങളിങ്ങനെ പ്രയാസപ്പെടല്ലേ? ഓക്കെ ഞാൻ പറയാം. ഞാൻ നിങ്ങളോട് തുടക്കം മുതൽ പറയാൻ ശ്രമിച്ചത് എന്താ പറയാൻ ശ്രമിച്ചത്? ഇന്നലെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ സന്ദർശനവും അവരുടെ ഒരു വല്ലാത്ത ഇളിഞ്ഞ സംസാരമുണ്ട്. അതിനെക്കുറിച്ചാണ്. അല്ല ഞാൻ പറഞ്ഞോട്ടെ മന്ത്രി വന്നതിന് ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. അല്ല, വീടിന്റെ ഉടമസ്ഥൻ ഞാൻ പറയട്ടെ. ഒറ്റ മിനിറ്റ് പട്ടയം കൊടുത്തു എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ടൗൺഷിപ്പിന്റെ ഈ പ്രൊജക്റ്റിലേക്ക് ഈ വീട് നിർമ്മാണ കമ്പനി വീട് കൈമാറിയിട്ടുണ്ടോ? ഇല്ല, അവരുടെ അണ്ടർ കൺസ്ട്രക്ഷൻ തന്നെയാണ് ഇതൊക്കെ. അതാ പറയുന്നത്, അണ്ടർ കൺസ്ട്രക്ഷൻ ആണത്. അത് നിങ്ങളോട് അല്ല, ഒറ്റ മിനിറ്റ് അങ്ങനെ തന്നെയല്ലേ മന്ത്രിയും പറഞ്ഞത്? വിഷുവിന് ഇവര് താമസിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകൂ, അന്നേക്കെ ഇത് പൂർണ്ണമാകൂ എന്ന് ഈ ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? പിന്നെന്താ ചോദിക്കുന്നത്? പെയിന്റ് അടിക്കാൻ പാടില്ലേ? പെയിന്റിനെ സാധാരണഗതിയിൽ അണ്ടർ കൺസ്ട്രക്ഷനിലുള്ള നിർമ്മാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ എവിടെയാണ് വീടിന് പെയിന്റ് അടിച്ച് എല്ലാ വർക്കും ചെയ്ത് സോളാറും ഫിറ്റ് ചെയ്ത ശേഷം ആളുകൾക്ക് കൊടുക്കുന്നത്, പട്ടയം കൊടുക്കുന്നത്? അല്ല, അതാ ഞാൻ ചോദിക്കട്ടെ. അപ്പോൾ അവർക്ക് ആശങ്ക അല്ല ഞാൻ ചോദിക്കട്ടെ, ഈ പട്ടയം എന്ന് പറയുന്നത് ഇവരുടെ ഒരു ഉടമസ്ഥാവകാശമാണല്ലോ. ഇവർ ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന വീടുകൾ, ഇപ്പം നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള വീടുകളിലും ഞാൻ കൺസ്ട്രക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതെന്താണ്? അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ഉടമസ്ഥ നിങ്ങളുടെ പേരിൽ തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. ഇവിടെ ഞാൻ ഒറ്റ മിനിറ്റ് നിങ്ങൾക്ക് അല്ല അത് അത്രയും ആയിട്ടില്ല. ഒരു പക്ഷേ ചിലപ്പോൾ അതിന്റെ അലൈൻമെന്റിലൊക്കെ ചിലപ്പോൾ മാറ്റേണ്ടി വരും. എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതെല്ലാം നിങ്ങളെ തന്നെ മുമ്പിൽ ആര് വന്ന് നിന്നിരുന്നു? മന്ത്രി നിന്നിരുന്നു, ഊരാളെങ്കിൽ വന്നു നിന്നിരുന്നു. ഇനി വേണമെങ്കിൽ ഈ ടൗൺഷിപ്പിന്റെ ചുമതലയുള്ള ശരി, ഡിവൈഎഫ്ഐ നേതാവ് വി വസീഫാണ് മാധ്യമങ്ങളെ കണ്ടത്. വയനാട് ടൗൺഷിപ്പ് വിവാദത്തിൽ
വിള്ളൽ വിവാദം, കോൺഗ്രസ് ആളിക്കത്തിക്കുന്ന വിള്ളൽ വിവാദം വ്യാജമാണെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഈ മറ്റൊരു വാർത്തയിലേക്ക്.